അപ്പോൾ എല്ലാവരും ഡൗട്ടാണ് പുട്ടുപൊടി ആദ്യം നമ്മൾ പൊടിപ്പിക്കുന്ന സമയത്ത് കുതിർത്ത് വെക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ഡൗട്ട്സാണ് വരുന്നത്. അപ്പോൾ പുട്ടുപൊടി പൊടിപ്പിക്കുമ്പോൾ നമ്മൾ അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. പുട്ടുപൊടിക്കാലും പത്തിരി പൊടിക്കാലും നമ്മൾ ഫസ്റ്റ് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാരണ പോലെ തന്നെ നമ്മൾ നല്ലപോലെ കഴുകി ഒരു അരിപ്പയിലിട്ട് ഡ്രൈൻ ചെയ്യുക. അതിനുശേഷം ഒരു തുണി വിരിച്ചിട്ട് അതിന് ഉണക്കിയെടുക്കുക. ഒരു 3-4 മണിക്കൂർ വെയിലത്താണെങ്കിൽ അങ്ങനെ, അല്ലെ ഫാൻ്റെ ചോട്ടിലിട്ടിട്ട് നമ്മളൊന്ന് ആറ്റിയെടുത്തിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുട്ടുപൊടി നമ്മൾ വറുത്തിട്ടാണ് എടുത്തത്. എൻ്റെ തൊട്ടടുത്ത് 3 മില്ലുണ്ട് കേട്ടോ. പക്ഷേ അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് വറുത്ത് തരുന്ന മെഷീനുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കാം, നിങ്ങൾ തൊട്ടടുത്ത മില്ലിൽ പുട്ടുപൊടി വറുത്ത് തരുമോ എന്നുള്ളത്. അങ്ങനെ അന്വേഷിച്ചിട്ട് പൊടിക്കാം. നമുക്കിവിടെ മിനിമം 4 കിലോ വേണം പുട്ടുപൊടി വറുത്ത് തരണമെങ്കിൽ. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ അരി കഴുകിയാൽ മതി കേട്ടോ. ഞാനിവിടെ പുട്ടുപൊടിക്ക് എടുത്തത് വെറും നമ്മുടെ റേഷനരി പുഴുക്കലരിയാണ് എടുത്തത്. ഇനിയിപ്പോൾ അത് റേഷനരിയിലേക്ക് സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പൊന്നിയരി കൊണ്ട് നമുക്ക് എന്താക്കുക പുട്ടുപൊടിയാക്കിയെടുക്കാം. പിന്നെ പത്തിരിക്ക് എടുത്തത് എല്ലാവരെയും ഡൗട്ട് വറുത്തിട്ടുണ്ടോ എന്നാണ്. പത്തിരിക്ക് ഒരിക്കൽ നമുക്ക് വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളെടുത്തത് 3 ഗ്ലാസ് പുഴുക്കലരിക്ക് 1 ഗ്ലാസ് പച്ചരി എന്ന റേഷ്യോയിലാണ് എടുത്തത്. എന്നിട്ട് ഇതേപോലെ തന്നെ നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷം നമ്മൾ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചു തരാൻ പറയാം കേട്ടോ. അവിടെ തരിതരിപ്പില്ലാതെ പത്തിരിക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചു തരാൻ പറയാം. ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് വാട്ടിപ്പത്തിരി, പിന്നെ ഇടിയപ്പം, അതോടൊപ്പം ഒറോട്ടി, കുഞ്ഞറോട്ടി, പുഴുങ്ങൽ റോട്ടി, നമ്മളെല്ലാ ഐറ്റംസും തലശ്ശേരി ഐറ്റംസും നമ്മൾ ചെമ്മീനുണ്ട് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റേഷനരിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അങ്ങനെ റേഷനരി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വിലേൻ്റെ അരി ഉപയോഗിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുട്ടുപൊടി വറുത്തെടുത്താൽ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല സ്മെല്ലുണ്ടാവും. അതോടൊപ്പം തന്നെ വൈകുന്നേരം വരെ വെച്ചാലും നല്ല സോഫ്റ്റുള്ള പുട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും രാവിലെ പുട്ടിട്ട് വൈകുന്നേരത്ത് ഭയങ്കര ഹാർഡാവുമല്ലോ. അപ്പോൾ അതിലൊരു പരിധി വരെ നമുക്ക് ഈ റേഷനരി കൊണ്ട് ഇത്രയും നല്ല പുട്ട് ഇടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ല. പാക്കറ്റ് പൊടിക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. രണ്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അതാ ഇതിൻ്റെ മെയിനായിട്ട്. പുട്ടുപൊടിയൊക്കെ നമ്മൾ വറക്കാതെയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ വറുത്തിട്ട് വെച്ചാൽ നമുക്ക് പുറത്ത് തന്നെ വെക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ 2 പൊടി ഇതിപ്പോൾ എൻ്റെ തീരാറായി. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ല, ഇത് ഞാൻ ഫുള്ളായിട്ട് എടുത്തതായിരുന്നു. ഇതിപ്പോൾ 2 തീരാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡൗട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.